നമസ്കാരം. KTCയുടെ 2026 ജനുവരിയിലെ അക്കൗണ്ടൻറ്റ് ലോവറിൻ്റെ പേപ്പറാണ്. അതിൻ്റെ 50 ക്വസ്റ്റ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇനി അടുത്ത പകുതി ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ ചോദ്യവും ഉത്തരവും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നിങ്ങൾ അതിൽ ആൻസർ വന്ന വഴി എന്താണ് അതിൻ്റെ വിശദീകരണം, ഇതൊക്കെ നിങ്ങൾ കേൾക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇരട്ടപ്പൂട്ട് സ്ട്രോങ് റൂം തുറക്കുമ്പോഴെല്ലാം ട്രഷറി ഓഫീസറും ഡാഷും നേരിട്ട് ഹാജരാകും. അത് അടയ്ക്കുന്നത് വരെ അവിടെ തുടരുകയുമാണ്. നമുക്കറിയാം, ട്രഷറിയിലെ സ്ട്രോങ് റൂം രണ്ട് പൂട്ടിട്ടാ പൂട്ടുക. അതിന് ഡബിൾ ലോക്കിംഗ് സിസ്റ്റമാണ്. ഡബിൾ ലോക്ക് സ്ട്രോങ് റൂം എന്നാണ് പറയുന്നത്. അത് തുറക്കാൻ വേണ്ടി രണ്ടുപേര് പ്രസന്റ് ആവണം. ഒരാൾ രണ്ടുപേരെടുത്ത് അതിൻ്റെ താക്കോലുള്ളൂ. ഇത്രയും നമ്മൾ ഓർത്തിരിക്കേണ്ടുള്ളൂ. ആരുടെ അടുത്തൊക്കെയാ? ഒന്ന് ട്രഷറി ഓഫീസർ എടുത്തും ഒന്ന് ചീഫ് ട്രഷറർ എടുത്തു അവള്. അപ്പോൾ ട്രഷറി ഓഫീസറും പിന്നെ ആരും കൂടി ഹാജരാവണമെന്നാ ചോദ്യം. ട്രഷറി ഓഫീസറും ഹാജരാവണം, ചീഫ് ട്രഷറർ. രണ്ട് താക്കോല് കസ്റ്റോഡിയന്മാർ രണ്ടുപേരാണ്. ഒന്ന് പിന്നെ ട്രഷറി ഓഫീസറും മറ്റൊന്ന് ചീഫ് ട്രഷററുമാണ്. അടുത്ത ചോദ്യം. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് സുരക്ഷിതവും സ്ട്രോങ് റൂമായി ഉപയോഗിക്കാൻ അനുയോജ്യവുമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ആർക്കാണ് അധികാരം? ഒരു ട്രഷറിയുടെ സ്ട്രോങ് റൂം അത് സാക്ഷ്യപ്പെടുത്താൻ, അത് സുരക്ഷിതമാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം സ്ട്രോങ് ആണെന്ന് സാക്ഷ്യപ്പെടുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? ട്രഷറിയുടെ സ്ട്രോങ് റൂമാണ് കേട്ടോ. അത് PWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ്. ആ അധികാരം PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ്. അടുത്ത ചോദ്യം ഫോമാണ്, അതുകൊണ്ട് ഞാൻ വിട്ടു. TR ഫോമുകളാണ്, TA ഫോമാണ് പറഞ്ഞു. അടുത്ത ചോദ്യം. സർക്കാർ നിയമപ്രകാരം തിരികെ നൽകിയ ലാപ്സ് ഡിപ്പോസിറ്റ് തുക ട്രഷറി അക്കൗണ്ടുകളിൽ ഡാഷ് ആയിട്ട് കണക്കാക്കണം. സർക്കാർ നിയമപ്രകാരം തിരികെ നൽകിയ ലാപ്സ്ഡ് ഡിപ്പോസിറ്റ്. അപ്പോൾ ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് തുക ട്രഷറി അക്കൗണ്ടുകളിൽ എന്തായിട്ട് കണക്കാക്കണമെന്നാണ്. ട്രഷറി അക്കൗണ്ട്, അതിൻ്റെ ആൻസർ ആദ്യം പറയാം. അത് മിസലേനിയസ് റീഫണ്ട് ആയിട്ടാണ് കണക്കാക്കേണ്ടത്, അല്ലെങ്കിൽ പല വക റീഫണ്ട് എന്ന് പറയും, മിസലേനിയസ് റീഫണ്ട്. അപ്പം നമുക്കിതിലെ ഒന്ന് വിശദമായിട്ട് കണക്കാം. അപ്പം എന്താണ് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ്? അപ്പോൾ ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില തുകകൾ, ഉദാഹരണത്തിന് റവന്യൂ ഡിപ്പോസിറ്റുകൾ, സിവിൽ കോർട്ട് ഡിപ്പോസിറ്റുകളൊക്കെ നിശ്ചിത കാലയളവിനുള്ളിൽ അവകാശികൾ കൈപ്പറ്റിയില്ലെങ്കിൽ അത് സർക്കാരിലേക്ക് തൽക്കാലം വരവ് വെക്കും. ഇത്തരത്തിൽ സർക്കാരിലേക്ക് ചേർത്ത തുക പിന്നീട് സർക്കാർ നിയമങ്ങളുടെയോ ഉത്തരവുകളുടെയോ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ആൾക്ക് തിരികെ നൽകേണ്ടി വരുമ്പോൾ അത് ട്രഷറി അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്നത് അവർ റീഫണ്ട് ആയിട്ടാണല്ലോ രേഖപ്പെടുത്തുക, തിരികെ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ മിസലേനിയസ് റീഫണ്ട് എന്ന തലക്കെട്ടിലാണ് രേഖപ്പെടുത്തുന്നതാണ് ആൻസർ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കോടതിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് 50,000 രൂപ കെട്ടിവെച്ച ഒരു തുകയാണ് 50,000 രൂപ. അത് നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും ആരും പിൻവലിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സർക്കാർ കണക്കിലേക്ക് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ട് വരവ് വെച്ചു. പിന്നീട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം കോടതി ഉത്തരവ് പ്രകാരം ഈ തുക യഥാർത്ഥ അവകാശിക്ക് തിരികെ നൽകാൻ ഉത്തരവ് വന്നു. അപ്പോൾ ഈ തുക ട്രഷറിയിൽ നിന്ന് തിരികെ നൽകി അക്കൗണ്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും ട്രഷറിയുടെ റവന്യൂ റീഫണ്ടിലല്ല പെടുത്തുക, അല്ലെങ്കിൽ ലോൺ റീഫണ്ടിലല്ല പെടുത്തുക, മറിച്ച് മിസലേനിയസ് റീഫണ്ട് അഥവാ പലവക റീഫണ്ട് ആയിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? ഓക്കെ. സേവിങ്സ് ബാങ്ക് ചെക്ക് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ എത്ര മാസത്തേക്ക് നിലവിലുണ്ടായിരിക്കും? നമുക്കറിയാമല്ലോ, ട്രഷറി സേവിങ്സ് ബാങ്കിൻ്റെ ചെക്ക് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസമാണ്. അടുത്ത ചോദ്യം. ട്രഷറി ശരിയായ ക്ലാസിഫിക്കേഷൻ സ്വീകരിക്കുന്നതിന്റെ ഫലമായി റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന തലക്കെട്ടിൽ ആവശ്യമായ ഏതെങ്കിലും തിരുത്തൽ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗം വഴി ആരാണ് നടത്തേണ്ടത്? അതാണ് ചോദ്യം. അങ്ങനെ ഏതെങ്കിലും തിരുത്തൽ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട്സ് വഴി നടത്തേണ്ടത് ശരിക്കും അക്കൗണ്ടന്റ് ജനറലാണ്. അതാണ് ആൻസർ. അപ്പം നമ്മളത് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പൊ സർക്കാർ ട്രഷറികളും റിസർവ് ബാങ്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ക്ലാസിഫിക്കേഷൻ അല്ലെ അക്കൗണ്ടിങ്ങിന്റെ തലക്കെട്ടില് ഹെഡില് എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വരും. ഒന്നുകിൽ ഈ ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ തലക്കെട്ടുകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വന്നാൽ സാധാരണ അതിൻ്റെ ജില്ലാതല ട്രഷറി ഓഫീസർമാർക്കോ ഒന്നും നേരിട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. അത് റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട്സ് സെക്ഷൻ വഴി, അതിനാണ് നമ്മൾ അക്കൗണ്ടന്റ് ജനറലാണ് ഇത്തരം തിരുത്തലുകൾ വരുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ തലക്കെട്ടുകളിലോ ക്ലാസിഫിക്കേഷനിലോ ഒരു തിരുത്തൽ വേണ്ടി വന്നാൽ അപ്പോൾ അത് റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് വഴി അക്കൗണ്ടന്റ് ജനറലാണ് തിരുത്തേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ഫോമാണ് അടുത്തത്, വേണ്ട. അടുത്തത് നമ്മൾ ട്രഷറി നിയമങ്ങൾ അനുസരിച്ച് സബ് ട്രഷറിയുടെ ദൈനംദിന ഭരണം ആരാണ് നടത്തേണ്ടത്? സബ് ട്രഷറിയിലെ ദൈനംദിന ഭരണം നടത്തേണ്ടത് ആരാ? സബ് ട്രഷറി ഓഫീസറാണ്. ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ട്രഷറിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ നിക്ഷേപിച്ചിരിക്കുന്നതും യഥാർത്ഥ നിക്ഷേപ തീയതി മുതൽ എത്ര വർഷം കൂടുതൽ ക്ലെയിം ചെയ്യപ്പെടാതിരിക്കുന്നതുമായ വസ്തുക്കളുടെ കാര്യത്തിൽ ജില്ലാ ട്രഷറി ഓഫീസർ കേരള ഗസറ്റിൽ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. അപ്പോൾ ട്രഷറിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം, പണമോ എന്തോ ആവട്ടെ, അത് നിക്ഷേപിച്ച തീയതി മുതൽ 25 കൊല്ലം ക്ലെയിം ചെയ്യപ്പെടാതെ തുടരുന്നതാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച കാര്യം ട്രഷറി ഓഫീസർ, ജില്ലാ ട്രഷറി ഓഫീസർ കേരള ഗസറ്റിലൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണം. തിരിച്ചെടുക്കാത്ത ഒരു പ്രോപ്പർട്ടി ആയിട്ട് അത് അതിൻ്റെ നടപടിക്രമമാണ്. അപ്പോൾ ഇങ്ങനെ 25 വർഷത്തിൽ കൂടുതൽ ക്ലെയിം ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, സൂക്ഷിക്കാൻ വെച്ച ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇതുമാതിരി ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ നടത്തണം ജില്ലാ ട്രഷറി ഓഫീസർ. എത്ര കാലമായിരിക്കണം? 25 വർഷത്തിൽ കൂടുതൽ ക്ലെയിം ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി, വസ്തുവാണ്. എവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? ട്രഷറികളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ നിക്ഷേപിച്ചിരിക്കുന്ന സാധനമാണ്. ആ നിക്ഷേപ തീയതി മുതൽ 25 വർഷത്തിൽ കൂടുതൽ ഒന്നും ക്ലെയിമിങ് വന്നിട്ടില്ല എങ്കിൽ അത് ജില്ലാ ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം? കേരള ഗസറ്റിൽ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന ഏത് വകുപ്പിൽ അംഗീകൃത പേയ്മെന്റുകളുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ ചെക്ക് വഴി എടുക്കാൻ പാടില്ല? നമ്മൾ ഈ പണമിടപാടുകൾ ചെക്ക് വഴി സ്വീകരിക്കാൻ പറ്റുന്ന ചില വകുപ്പുകളുണ്ട്. അവർക്ക് ചെക്ക് ബുക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ശമ്പളവും മറ്റിടപാടുകളൊക്കെ ട്രഷറിയിൽ നിന്ന് ഇടപാട് നടത്തുന്നത് മുഴുവൻ ചെക്കിലൂടെയാണ്. എല്ലാ വകുപ്പുകൾക്കും ഇല്ല. കേൾക്കണേ, ഇതിൽ ഏത് വകുപ്പിലാണ് ചെക്കുകൾ വഴി ഇടപാട് നടത്താൻ പറ്റാത്ത വകുപ്പ് ഏതാണെന്നാണ് ചോദ്യം. വനം വകുപ്പിന് ചെക്ക് വഴി നടത്താം, പൊതുമരാമത്ത് വകുപ്പിന് ചെക്ക് വഴി നടത്താം, ഹാർബർ എഞ്ചിനീയറിങ് ചെക്ക് വഴി നടത്താം. ഓർമ്മിച്ചിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയത്. ചെക്ക് വഴി പണമിടപാട് നടത്താൻ പറ്റിയ 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്: വനം, പൊതുമരാമത്ത്, ഹാർബർ എഞ്ചിനീയറിങ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചെക്ക് വഴി ഇടപാട് നടത്താൻ പറ്റാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒരു വകുപ്പാണ് റവന്യൂക്കാർക്ക് ചെക്ക് വഴി ഇടപാട് നടത്താൻ വേണ്ടി അംഗീകാരം കൊടുത്തിട്ടില്ല. ആ ചെക്ക് വഴി ഇടപാട് നടത്താൻ അംഗീകാരം കൊടുത്തത് വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ഹാർബർ എഞ്ചിനീയർ വകുപ്പ് എന്നീ വകുപ്പുകൾക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഫോറമാണ്, വിട്ടു. അതിൻ്റെ അടുത്ത ചോദ്യം. ഗസറ്റഡ് ഓഫീസർമാർക്ക് അക്കൗണ്ടന്റ് ജനറലിൽ നിന്ന് എത്ര മാസത്തെ കാലയളവ് വരെ ശമ്പള സ്ലിപ്പ് ഇല്ലാതെ താൽക്കാലികമായി ശമ്പളവും അലവൻസുകളും സ്വീകരിക്കാൻ അധികാരമുണ്ട്? നമുക്കറിയാലോ, 3 മാസമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ, ഒരു ഹൈസ്കൂൾ അധ്യാപകൻ ഹൈസ്കൂൾ ഹെഡ്മാഷായിട്ട് പ്രൊമോഷനായി. അപ്പോൾ ഹൈസ്കൂൾ അധ്യാപകൻ ഗസറ്റഡ് അല്ല, എന്നാൽ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഗസറ്റഡ് ആണ്. അദ്ദേഹം ഇവിടെ നിന്നും ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേപ്പറുകളൊക്കെ അയച്ച് ശരിയാക്കിയിട്ട് വേണം അക്കൗണ്ടന്റ് ജനറൽ പേ സ്ലിപ്പ് കൊടുക്കാൻ. അതിന് താമസം പിടിക്കും. സർവീസ് ബുക്കും ബാക്കി ഗസറ്റഡ് എൻറ്റൈറ്റിൽമെൻറ്റ് രജിസ്റ്റർ, ഫോറങ്ങൾ ബാക്കിയെല്ലാം റെഡിയാക്കി AGയിലെത്തിയാൽ മാത്രമേ, ത്രൂ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി AGയിലെത്തിയാൽ മാത്രമേ എന്ത് വരുള്ളൂ? AG പേ സ്ലിപ്പ് കൊടുക്കുള്ളൂ. അപ്പോൾ അതിന് ചിലപ്പോൾ 5-6 മാസം സമയം പിടിക്കും. എന്നാൽ ഈ ഗസറ്റഡ് ഓഫീസർമാർക്ക് ഈ അക്കൗണ്ടന്റ് ജനറലിൻ്റെ പെർമിഷൻ സ്ലിപ്പ് ഇല്ലാതെ താൽക്കാലികമായിട്ട്
ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മൾ അവസാനം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ഒരു കിട്ടുന്ന LPCയുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ നിലവിൽ ഗസറ്റഡ് ഓഫീസർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പരിധിയിലുള്ള ട്രഷറി ഓഫീസർക്ക് 3 മാസം വരെ താൽക്കാലികമായി ശമ്പളവും അലവൻസും കൊടുക്കാം. 3 മാസം കഴിഞ്ഞാൽ ട്രഷറി ഓഫീസർ പറയും നടക്കില്ല, പിന്നെന്ത് കിട്ടണം? പേ സ്ലിപ്പ് വന്നാലേ ബാക്കിയെല്ലാം കിട്ടുകയുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഫോറമാണ്, വിട്ടു. അടുത്ത ചോദ്യം. അടുത്തതും ഫോറമാണ്, ഒഴിവാക്കി. അടുത്തത് അപ്പൻഡിക്സ് ആണ്, പറയുന്നില്ല. വളരെ എളുപ്പമാണ് എല്ലാം. അങ്ങനെയുള്ള ഇപ്പോൾ 3 ചോദ്യമാണ് തുടരെ വന്നത്. അതൊക്കെ നമ്മൾ ഇൻഡെക്സ് നോക്കി അങ്ങോട്ട് എഴുതുക കൊണ്ടു. വീണ്ടും ഫോറമാണ്. 66ാമത്തെ ചോദ്യം ഫോറമാണ്, വിട്ടു. അടുത്ത ചോദ്യം 67. സർക്കാർ പ്രൈമറി സ്കൂളുകളുടെ വാടക ബില്ലുകൾ എടുക്കാൻ ആർക്കാണ് അധികാരം? Who is the authority to draw rent bills of government primary school? ഇപ്പോൾ സർക്കാർ പ്രൈമറി സ്കൂളുകളുടെ വാടക ബില്ലുകൾ മാറുന്നതിനുള്ള അധികാരമാണ്. അത് അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർക്കാണ്, AEOയ്ക്കാണ് അധികാരമുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രൈമറി സ്കൂളുകളുടെ ശരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് നിയന്ത്രണം എന്ന് പറയുന്നത് AEOയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ വാടക ബില്ലുകൾ, ഗ്രാൻറ്റുകൾ എന്നിവ പാസ്സാക്കുന്നതിനും തുക കൈമാറുന്നതിനുള്ള പിന്നെ ചുമതല ശരിക്കും അത്തരം കാര്യങ്ങൾക്കുള്ള DDO എന്ന് പറയുന്നത് AEO ആണ്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു GLP സ്കൂള്, ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂള് വാടകയ്ക്കെടുത്ത ഒരു സ്വകാര്യ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കെട്ടിടത്തിന് പ്രതിമാസ അല്ലെങ്കിൽ വാർഷിക വാടക അനുവദിച്ചു കിട്ടുന്നതിനായിട്ട് വാടക ബില്ല് തയ്യാറാക്കിയിട്ട് ട്രഷറിയിട്ട് സമർപ്പിക്കണം. മനസ്സിലായില്ലേ? വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് LP സ്കൂളിന് മാസം തോറും വാടക കൊടുക്കണം, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണ വാടക കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വാടക ബില്ല് തയ്യാറാക്കിയിട്ട് ട്രഷറിയിൽ സമർപ്പിക്കണം. അത് ആരാണ് സമർപ്പിക്കേണ്ടത്? അനുമതി നൽകേണ്ടതും ആ പ്രദേശത്തെ AEO ആണ്. അപ്പോൾ ആ അത്തരം ബില്ലുകൾ ഒപ്പിട്ട് നൽകേണ്ടത് AEO ആണ് എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉത്തരം. അത് വിട്ടു. അടുത്ത ചോദ്യം. തദ്ദേശ ഫണ്ടുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും മജിസ്റ്റീരിയൽ പിഴകൾ കാരണം നൽകേണ്ട ഗ്രാൻറ്റുകൾക്കായി എടുക്കേണ്ടതായിട്ട് നൽകേണ്ട ഗ്രാൻറ്റുകൾക്കായി ഫോറം TR 61 വാർഷിക ബില്ലുകൾ എടുക്കേണ്ടത് ആരാണ്? കേൾക്കണേ നിങ്ങൾ, ഈ ചോദ്യം ഒന്ന് പുതിയ ചോദ്യമാണ്. തദ്ദേശ ഫണ്ടുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും മജിസ്റ്റീരിയൽ പിഴകൾ കാരണം നൽകേണ്ട, അത് മൂലം നൽകേണ്ട പിന്നെ വാർഷിക ബില്ലുകൾ TR 61 തയ്യാറാക്കേണ്ടത് ആരാണെന്ന ചോദ്യം. അത് ജില്ലാ മജിസ്ട്രേറ്റാണ് തയ്യാറാക്കേണ്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കോടതികളിലെ മജിസ്ട്രേറ്റുമാർ ഈടാക്കുന്ന ചില പിഴത്തുകകൾ, കോടതിയിലെ മജിസ്ട്രേറ്റുമാർ ഈടാക്കുന്ന ചില പിഴത്തുകകൾ നിയമപ്രകാരം പ്രത്യേക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ചില സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഗ്രാൻഡായിട്ട് നൽകേണ്ടതുണ്ട്. ഇത് നിങ്ങളെ സംബന്ധിച്ച് പുതിയ അറിവല്ലേ? അപ്പോൾ ഈ കോടതിയിലെ മജിസ്ട്രേറ്റുമാർ, അതാണ് മജിസ്റ്റീരിയൽ പിഴ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കോടതിയിൽ മജിസ്ട്രേറ്റുമാർ ഈടാക്കുന്ന ചില പിഴത്തുകകൾ നിയമപ്രകാരം മൊത്തമായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് അത് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഗ്രാൻഡായിട്ട് നൽകാറുണ്ട്. അത് നൽകാനുള്ള ഗ്രാൻഡായി നൽകുന്ന ബില്ല് തയ്യാറാക്കുന്ന ഫോറമാണ് TR 61. അപ്പോൾ ഇതിൽ ജില്ലയിലെ മജിസ്ട്രേറ്റ് കോടതികൾ വഴി പിരിച്ചെടുക്കുന്ന ഇത്തരം ഫണ്ടുകളുടെ കണക്കുകൾ ക്രോഡീകരിച്ച് അർഹരായ തദ്ദേശ ഫണ്ടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാർഷിക അടിസ്ഥാനത്തിൽ പണം ലഭ്യമാക്കുന്നതിനുള്ള ബില്ലുകൾ TR 61 സമർപ്പിക്കുന്നത്. അത് സമർപ്പിക്കാനും ഡ്രോ ചെയ്യാനുമുള്ള പൂർണ്ണ അധികാരിയും ഉത്തരവാദിത്വമായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റാണ്. ക്ലിയർ അല്ലേ?
ഇപ്പം ഇവിടെ ഇതൊരു പുതിയ അറിവാണല്ലോ നിങ്ങളെ സംബന്ധിച്ച്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈടാക്കുന്ന പിഴകള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഗ്രാൻഡായിട്ട് നൽകാറുണ്ട് എന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഗ്രാൻഡായിട്ട് നൽകാനുള്ള അധികാരം ജില്ലാ മജിസ്ട്രേറ്റിനാണ്. അടുത്ത ചോദ്യം. എൻകാഷ്മെന്റിൽ അധ്യാപകർക്ക് ശമ്പളം വിതരണം ചെയ്യുന്ന അവരുടെ അക്വിറ്റൻസ് റോളിൽ നിന്ന് മലയാളം നോക്കരുത്, ഇംഗ്ലീഷ് നോക്കണം. ഹൂ വിൽ ഡിസ്ബേഴ്സ് ദ സാലറീസ് ടു ദ ടീച്ചേഴ്സ് ഓൺ എൻകാഷ്മെന്റ് ആൻഡ് ഗെറ്റ് ദർ അക്വിറ്റൻസ് ഇൻ ദ അക്വിറ്റൻസ് റോൾ. ഒരു ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കുന്നതും അക്വിറ്റൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ട് വാങ്ങുന്നതും ആരാണ്? അക്വിറ്റൻസിൽ ഒപ്പിട്ടിട്ടാണ് സാധാരണഗതിയിൽ ശമ്പളം കൊടുക്കുക. അത് ആരാണെന്ന് വെച്ചാൽ അത് ഹെഡ് മാസ്റ്ററാണ്. ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ടീച്ചേഴ്സിനായതുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ശമ്പളം കൊടുക്കുകയും അക്വിറ്റൻസിൽ ഒപ്പിടുകയും ചെയ്യുന്നത്. അടുത്തത് ട്രഷറി ഫോമാണ്, വിട്ടു. അതിൻ്റെ അടുത്തത് കോടതി ഒരു ട്രഷറിയിൽ നിന്ന് നിക്ഷേപം തിരിച്ചറിക്കുന്നതിന് എണ്ണിപ്പറയുന്ന ഭാഷകളിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? കോടതി ഉത്തരവുകളൊക്കെ എപ്പോഴും എന്തിലാണ്? ഇംഗ്ലീഷിലാണ്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഫോർ ദ റീപേയ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റ് ഫ്രം എ ട്രഷറി ബൈ എ കോർട്ട്? ഒരു കോടതിയിൽ നിന്ന് ഒരു നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ ഉത്തരവിടുന്നത് കോടതി എപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും. അടുത്ത ചോദ്യം. ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളുടെ ട്രഷറർ ആരാണ്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചോളണം നിങ്ങൾ, ഇത് നമുക്ക് തെറ്റിപ്പോകും. ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളുടെ ട്രഷറർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഡിറ്റ് ഡയറക്ടറാണ്. ഇത് പല ഡയറക്ടറെ കാണുമ്പോൾ നമുക്ക് തെറ്റും. സാമൂഹ്യക്ഷേമ ഡയറക്ടർ എന്ന് കാണുമ്പോൾ ചിലപ്പോൾ അത് എഴുതിപ്പോവും. ട്രഷറി ഡയറക്ടർ, ധനകാര്യ സെക്രട്ടറി, ഇതൊന്നുമല്ല. സ്റ്റേറ്റ് ഓഡിറ്റ് ഡയറക്ടറാണ്. സ്റ്റേറ്റ് ഓഡിറ്റ് ഡയറക്ടറാണ് ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളുടെ ട്രഷറർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കടന്നുപോയത്. അടുത്ത വീണ്ടും മറ്റൊരു ചോദ്യം. ട്രഷറികൾക്ക് മെസ്സഞ്ചർ വഴി അയക്കുന്ന ബില്ലുകൾ ആരാണ് അംഗീകരിക്കേണ്ടത്? ഇപ്പൊ ട്രഷറിയിലേക്ക് ഒരു ബില്ല് കൊടുത്തു വിട്ടു, അവിടുത്തെ OAയുടെ കയ്യിൽ ഒരു ബില്ലുകൾ കൊടുത്തു വിട്ടു. അത് ആരംഗീകരിച്ചിട്ടാണ് കൊടുത്തു വിടേണ്ടത്? അത് ഡ്രോയിങ് ഓഫീസർ ഓതറൈസ് ചെയ്തിട്ടാണ് കൊടുത്തത്. ബിൽസ് സെൻഡ് ടു ട്രഷറീസ് ത്രൂ മെസ്സഞ്ചർ ഷുഡ് ബി എൻഡോസ്ഡ് ബൈ ഹും? ഷുഡ് ബി എൻഡോസ്ഡ് ബൈ ഡ്രോയിങ് ഓഫീസറാണ്. ഡ്രോയിങ് ഓഫീസർ എൻഡോസ് ചെയ്ത ബില്ലുകളായിരിക്കണം മെസ്സഞ്ചർ വഴി കൊടുത്തുവിടേണ്ടത്. അടുത്ത ചോദ്യം. അവസാന ശമ്പളമോ അലവൻസുകളോ അവകാശപ്പെടുന്ന ബില്ല് ആർക്ക് സമർപ്പിക്കണമെന്നാണ്? പഴയ ഒരു സിസ്റ്റമാണ്. അവർ ബില്ലിൽ ഒരു സർട്ടിഫിക്കറ്റ് സഹിതം അറ്റാച്ച് ചെയ്യുകയും ബില്ല് ട്രഷറിയിലേക്ക് പണം കൊടുക്കുന്നതിനായിട്ട് അയക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ ലാസ്റ്റ് ശമ്പള അലവൻസും ക്ലെയിം ചെയ്യുന്ന ബില്ല് ശരിക്കും ഇവർ പറയുന്നത് വകുപ്പ് മേധാവിക്ക് അയച്ചു കൊടുക്കണമെന്നാണ്. അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കണം. അവിടുന്ന് അവരൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഇയാളുടെ അടുത്തുനിന്ന് വേറെ ഒന്നും കിട്ടാനില്ല അതായത് എന്നൊക്കെ പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് അവരാണ് ട്രഷറിക്ക് അയച്ചു കൊടുക്കുക ക്യാഷ് വാങ്ങാൻ വേണ്ടി എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്, വകുപ്പ് മേധാവിക്കാണ് സമർപ്പിക്കേണ്ടത് ആദ്യം. മനസ്സിലായില്ല? ഒരു ജീവനക്കാരന്റെ അവസാന ശമ്പളം അലവൻസും അത് ക്ലെയിം ചെയ്യുന്ന ഒരു ബില്ല് ഉണ്ടാവുമല്ലോ, ആ ബില്ല് ആർക്ക് അയച്ചു കൊടുക്കണം? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കണം. എന്നിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അതായത് വകുപ്പ് മേധാവി ബില്ലിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്ത് ബില്ല് വീണ്ടും ട്രഷറിയിലേക്ക് എൻകാഷ്മെന്റിനായിട്ട് അയച്ചു കൊടുക്കും. അടുത്ത ചോദ്യം. ഒരു ക്യാഷ് ഓർഡർ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ പണമാറ്റി മാറ്റൽ കാലം, ക്യാഷ് ഓർഡറിന്റെ വാലിഡിറ്റി എത്രയാ? 3 മാസമാണ്. ക്യാഷ് ഓർഡർ വാലിഡിറ്റി 3 മാസമാണ്. ചെക്ക് പോലെ തന്നെ, ചെക്കിന്റെ വാലിഡിറ്റി 3 മാസം പോലെ തന്നെ ക്യാഷ് ഓർഡറിന്റെ വാലിഡിറ്റിയും 3 മാസമാണ്. അടുത്ത ചോദ്യം. ഇലക്ഷൻ ഡിപ്പോസിറ്റ് റീഫണ്ട് ആരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? റീഫണ്ട് ഓഫ് ഇലക്ഷൻ ഡിപ്പോസിറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ഹും? അപ്പൊ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കെട്ടിവെക്കുന്നുണ്ടാവും. അപ്പോൾ അത് തിരികെ കൊടുക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനും അതിനായി ഉത്തരവിടുന്നതിനും അധികാരമുള്ള അതോറിറ്റി എന്ന് പറയുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ്. ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറാണ് ഇലക്ഷൻ ഡിപ്പോസിറ്റ് തിരികെ കൊടുക്കാനുള്ള ഉത്തരവിടേണ്ടത്. ക്ലിയർ അല്ലേ? ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എലക്ഷൻ ഡിപ്പോസിറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉത്തരം മനസ്സിലാക്കിക്കോ, റിട്ടേണിംഗ് ഓഫീസറാണ്. അടുത്ത ചോദ്യം. കാലഹരണപ്പെട്ട, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ലാപ്സ്ഡ് സബ് ട്രഷറി ക്യാഷ് ഓർഡേഴ്സ് ഷാൽ ബി റിപ്പോർട്ടഡ് ടു ഹിം? അതായത്
ലാപ്സ് ആയിട്ടുള്ള സബ് ട്രഷറി ക്യാഷ് ഓർഡറുകളുടെ സ്റ്റേറ്റ്മെന്റ് ആർക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അത് അക്കൗണ്ടന്റ് ജനറലിലാണ് കാലഹരണപ്പെട്ട സബ് ട്രഷറി ക്യാഷ് ഓർഡറുകളുടെ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ഫോറമാണ്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. സബ് ട്രഷറിയിൽ സമർപ്പിക്കുന്ന ഉപയോഗിക്കാത്ത ചെക്കുകൾ ആരുടെ സാന്നിധ്യത്തിലാണ് നശിപ്പിക്കേണ്ടത്? സബ് ട്രഷറിയിൽ നമുക്കറിയാലോ, ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഒരാളുടെ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ക്ലോസ് ചെയ്യാണ്. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഈ അയാളുടെ കൈവശമുള്ള ഉപയോഗിക്കാത്ത ചെക്കുകൾ ലീഫും കൂടെ കൊടുക്കണം തിരിച്ച്. അങ്ങനെ ട്രഷറിയിൽ ലഭിക്കുന്ന ഉപയോഗിക്കാത്ത ചെക്കുകളും ചെക്ക് ലീഫുകളും ചെക്ക് ബുക്കും ഒക്കെ ആരുടെ സാന്നിധ്യം, അത് നശിപ്പിക്കാം. പക്ഷെ ആരുടെ സാന്നിധ്യത്തിലാണ് നശിപ്പിക്കേണ്ടതെന്നാ ചോദ്യം. അത് ജില്ലാ ട്രഷറി ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ നശിപ്പിക്കാവൂ. ചോദ്യം മനസ്സിലായല്ലോ? ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗിക്കാത്ത ചെക്ക് ബുക്കുകൾ, അത് പ്രിന്റ് ചെയ്തിട്ട് ഉപയോഗിക്കാത്തത് ഉണ്ടാവാം, അല്ലെങ്കിൽ ചില അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ചില ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന ചെക്ക് ബുക്കുകളൊക്കെ ഉണ്ടാവാം. അത് നശിപ്പിക്കുന്നത് ജില്ലാ ട്രഷറി ഓഫീസറുടെ സാന്നിധ്യത്തിലാണ്. അടുത്ത ചോദ്യം. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നിലവിൽ വന്നത് എന്നാണ്? അതായത് 1973 ഫെബ്രുവരി 1-ാം തീയതിയാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് TSB നിലവിൽ വന്നത്. 1973 ഫെബ്രുവരി 1-നാണ്. അടുത്ത ചോദ്യം. വിലപിടിപ്പുള്ള വസ്തുക്കളുടെ രജിസ്റ്റർ എത്ര വർഷത്തേക്ക് ട്രഷറിയിൽ സൂക്ഷിക്കണം? രജിസ്റ്റർ ഓഫ് വാല്യുബിൾസ് ഷുഡ് ബി കെപ്റ്റ് അപ്പ് ഇൻ ട്രഷറി ഫോർ ഹൗ മെനി ഇയേഴ്സ്? എത്ര വർഷത്തേക്ക് സൂക്ഷിക്കണം? 5 വർഷത്തേക്ക് സൂക്ഷിക്കണം. ഇവിടെ നമ്മൾ ഈ സൂക്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് MOP പോലെയൊന്നും കമ്പയർ ചെയ്തത് ഇത് KTCയിലെ സൂക്ഷിപ്പുകളാണ്. അടുത്ത ചോദ്യം. ജോയിന്റ് അക്കൗണ്ടിന്റെ കാര്യത്തിൽ ജോയിന്റ് അക്കൗണ്ട് ഉടമകളിൽ ഒരാൾ മരിച്ചാൽ ബാക്കി തുക ആർക്ക് നൽകും? നോക്കണേ. ഇൻ ദ കേസ് ഓഫ് ജോയിന്റ് അക്കൗണ്ട്, ഇഫ് വൺ ഓഫ് ദ ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ ഡൈഡ്, ദ ബാലൻസ് വുഡ് ബി പെയ്ഡ് ടു. നിങ്ങൾ ഇത് സാധാരണഗതിയിൽ അറിയാത്ത ഒരു ഉത്തരമാണ്. നമ്മൾ പിന്നെ ജോയിൻ്റ് ആയിട്ട് 2 പേര് കൂടിയിട്ട് ഒരു അക്കൗണ്ട് എടുത്തു. അതിൽ കുറച്ച് പണമുണ്ട്. ആ പണം ശരിക്കും അതിലൊരാൾ മരണപ്പെട്ടു പോയി. അങ്ങനെയെങ്കിൽ ഈ പണം ആർക്ക് കൊടുക്കാം? അയാൾക്ക് ആ പകുതിക്കല്ലേ ശരിക്കും അവകാശം ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അക്കൗണ്ട് ഉടമ ദ സർവൈവർ ഓഫ് അക്കൗണ്ട് ഹോൾഡറാണ്. മരണപ്പെടാത്ത അക്കൗണ്ട് ഹോൾഡർക്കാണ് പണം കൊടുക്കുക. അക്കൗണ്ട് ഉടമയുടെ അതിജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ സർവൈവർ, മരണപ്പെടാത്ത അക്കൗണ്ട് ഹോൾഡർക്ക് ആ പണം കൊടുക്കും. ഈ മരിച്ചയാളുടെ പിതാവ് എന്ന ഉത്തരവുണ്ട്, മരിച്ചയാളുടെ അമ്മ എന്ന ഉത്തരവുണ്ട്, ഇവയൊന്നും അല്ല എന്ന് ഉത്തരവുണ്ട്. അതല്ല ശരി. അക്കൗണ്ട് ഉടമയുടെ ദ സർവൈവർ ഓഫ് അക്കൗണ്ട് ഹോൾഡർ എന്നാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രഷറി നൽകുന്ന ഡാഷ് വഴി മാത്രമേ പിൻവലിക്കൽ അനുവദിക്കൂ. കേട്ടോ, നമ്മൾ പിന്നെ ട്രഷറി സേവിങ്സ് ബാങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ട്രഷറി സേവിങ്സ് ബാങ്ക് ഓപ്പൺ ചെയ്ത ആളിന് ട്രഷറി എന്ത് ചെയ്തു? ഒരു ചെക്ക് ബുക്ക് കൂടി കൊടുക്കും. പാസ്ബുക്ക് ഉണ്ടാവും, ചെക്ക് ബുക്ക് ഉണ്ടാവും. അപ്പോൾ ചെക്ക് ബുക്ക് എന്തിനാ? ഈ ട്രഷറി സേവിങ്സ് ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ വേണ്ടിയാണ് ചെക്ക് ബുക്ക് ആവശ്യം വരുമ്പോൾ. അപ്പോൾ ഇപ്പൊ ചോദിച്ചതല്ല, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രഷറി നൽകുന്ന ഡാഷ് വഴി മാത്രമേ പിൻവലിക്കൽ അനുവദിക്കൂ. ഉത്തരം ചെക്ക് എന്നാണ്. ചെക്ക് വഴി മാത്രമേ പിൻവലിക്കാൻ പറ്റൂ. പിന്നെ സാധാരണഗതിയിൽ വിഡ്രോവൽ സ്ലിപ്പ് ഉണ്ടാവും, പറ്റില്ല. വിഡ്രോവൽ സ്ലിപ്പ് പറ്റില്ല, ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ട്രഷറി ആദ്യമേ തന്നെ ചെക്ക് ബുക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ചെക്ക് ഉപയോഗിച്ച് മാത്രമേ ട്രഷറി സേവിങ്സ് ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം. ഡാഷ് മാസത്തിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. താഴെ കുറേ മാസം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജനുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഇത് രണ്ടും ഉണ്ട്, AB ഉണ്ട്, ഒന്നുമല്ല. അതാ ഉത്തരം. നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. ഏത് മാസമാണ് ട്രാൻസ്ഫർ പറ്റാത്തത്? ട്രഷറി സേവിങ്സ് ബാങ്ക് അത്തരം അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത് ഏത് മാസമാണ്? അത് പറയൂ. അത് നമുക്കറിയാം, മാർച്ച് മാസത്തിലാണ് പറ്റാത്തത്. അപ്പം മാർച്ച് മാസത്തിൽ അല്ലാത്ത മാസം ഉണ്ട്, അതായിരിക്കുമല്ലോ ഇവിടെ ആൻസർ. ഇവിടെ ജനുവരി ഉണ്ട്. അപ്പോൾ ജനുവരിയിൽ ട്രാൻസ്ഫർ നടത്താവുന്നതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. എല്ലാ സാമ്പത്തിക വർഷവും എല്ലാ ട്രഷറികളിലും പൊതുജനങ്ങൾക്കുള്ള സേവിങ്സ് ബാങ്ക് ഇടപാടുകൾ 2 ദിവസം
നടത്തൂല. 2 ദിവസം ഉണ്ടാവില്ല. ഏത് 2 ദിവസങ്ങളിലാണ്? ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തെ 2 ദിവസങ്ങളിൽ എല്ലാ ട്രഷറികളിലും പൊതുജനങ്ങൾക്കുള്ള സേവിങ്സ് ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതല്ല നിരോധിച്ചിട്ടുണ്ട്. എല്ലാവരും അറിയേണ്ടതാണ്. ആ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തെ 2 ദിവസമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാർച്ച് മാസത്തെ അവസാനത്തെ 2 പ്രവൃത്തി ദിവസത്തിൽ പൊതുജനങ്ങൾക്കുള്ള ട്രഷറി സേവിങ്സ് ബാങ്ക് ഇടപാടുകൾ ഇല്ല, അത് നടക്കൂല. അപ്പൊ അന്ന് പൊതുജനങ്ങൾക്ക് TSB ലീവാണ്. എപ്പോഴാണ്? ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തെ 2 പ്രവൃത്തി ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർച്ച് മാസത്തെ അവസാനത്തെ 2 പ്രവൃത്തി ദിവസം എന്ന അർത്ഥം. അടുത്ത ഫോമാണ് വീണ്ടും അടുത്തത്. ട്രഷറി ബിൽബുൾക്ക് നഷ്ടപ്പെട്ടതിൽ ആരാണ് അന്വേഷണം ആരംഭിക്കുകയും അതിന്റെ നഷ്ടത്തിന് ഉത്തരവാദിത്വം നിശ്ചയിക്കുകയും ചെയ്യേണ്ടത്? ട്രഷറി ബിൽബുക്ക് നഷ്ടപ്പെട്ടാൽ അന്വേഷണം ആരംഭിക്കേണ്ടത് ആരാ? ശരിക്കും ഈ ഡ്രോയിങ് ഓഫീസറാണ്. ഒരു സ്ഥാപനത്തിന്റെ ഡ്രോയിങ് ഓഫീസറാണ് ഈ ബിൽ ബുക്ക് കൈകാര്യം ചെയ്യുന്ന ആള്. അപ്പോൾ അയാളാണ് ഇതിൽ അന്വേഷണം ആരംഭിക്കുകയും അതിന്റെ നഷ്ടത്തിന് ഉത്തരവാദി ആരാണെന്നൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് ഡ്രോയിങ് ഓഫീസറാണ്. അടുത്ത ചോദ്യം. ട്രഷറി പുറപ്പെടുവിക്കുന്ന പേയ്മെന്റ് ഓർഡറുകൾ കളക്ടർ നിശ്ചയിക്കുന്ന എത്ര ദിവസത്തേക്ക്? ദ പേയ്മെന്റ് ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദ ട്രഷറി ഷാൽ ബി വാലിഡ് ഓൺലി ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിംഗ് ഡാഷ് ഡേയ്സ് ടു ബി ഫിക്സഡ് ബൈ ദി കളക്ടർ. ട്രഷറി പുറപ്പെടുവിക്കുന്ന പേയ്മെന്റ് ഓർഡറുകൾ അത് കളക്ടർ 10 ദിവസത്തേക്ക് അതിന്റെ വാലിഡിറ്റി നിശ്ചയിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കളക്ടർ ഇത്തരത്തിലുള്ള ഒരു പേയ്മെന്റ് ഓർഡർ കാലാവധി നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം, ദുരിതാശ്വാസങ്ങൾ, എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് വരുന്ന എന്തെങ്കിലും കലാമിറ്റീസ് ഒക്കെ വരുന്ന സന്ദർഭത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഉത്തരവിടുന്ന ഒരു തുകയാണിത്. അപ്പോൾ ആ തുകയുടെ അങ്ങനെയുള്ള ട്രഷറി പിന്നെ പേയ്മെന്റ് ഓർഡറുകൾ, ട്രഷറിയുടെ പുറപ്പെടുവിക്കുന്ന പേയ്മെന്റ് ഓർഡറുകൾ 10 ദിവസത്തെ വാലിഡിറ്റിയെ കൊടുക്കുള്ളൂ. ഈ 10 ദിവസത്തെ വാലിഡിറ്റി അല്ല കൂടുതൽ കൊടുത്താൽ എന്ത് വരും? ഇത് വെച്ചോണ്ടിരിക്കും. ഇത് പണമാകൂല, അത് വേണ്ടപ്പെട്ട അതിന്റെ ഗുണഭോക്താവിന് കിട്ടാതെ ഇരിക്കും. അപ്പോൾ 10 ദിവസം കളക്ടർ നിർബന്ധമായിട്ടും അതിന്റെ വാലിഡിറ്റി വെക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. കളക്ടർ വെക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് ഡാഷ് ദിവസങ്ങളിൽ കവിയാത്ത കാലയളവിക്ക് മാത്രമേ വാലിഡിറ്റി ഉണ്ടാവൂ. കളക്ടർ നിശ്ചയിക്കുന്ന, ഇത് എത്ര ഓർക്കണേ, ട്രഷറി പേയ്മെന്റ് ഓർഡർ കളക്ടർ 10 ദിവസമായിരിക്കും മാക്സിമം വാലിഡിറ്റി. അടുത്ത ചോദ്യം. ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 12 മാസമായി അടയ്ക്കാതെ കിടക്കുന്ന ഏതൊരു ചെക്ക്? അപ്പോൾ 89ാമത്തെ ചോദ്യമാണ്. ഇവിടെ ആ ചോദ്യത്തിന്റെ ആൻസർ ഇല്ല. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഡിലീറ്റഡ്. 90. ഓരോ ഡിവിഷൻ ഓഫീസറുടെയും ക്രെഡിറ്റ് ലെറ്ററുകൾ വകുപ്പ് മേധാവിക്ക് പകർപ്പ് സഹിതം എഴുതാൻ ആർക്കാണ് അധികാരം? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകാൻ അധികാരമുള്ള ആർക്കാ? ധനകാര്യ വകുപ്പിനാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആർക്കാ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്നത്? ഡിവിഷണൽ ഓഫീസർമാർക്കാണ്. അത് നൽകാനുള്ള അധികാരം ആർക്കാണ്? ധനകാര്യ വകുപ്പിനാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകാനുള്ള അധികാരം. ആർക്കാണ് നൽകുന്നത്? ഡിവിഷണൽ ഓഫീസർമാർക്കാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഡിവിഷണൽ ഓഫീസർമാരിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളിൽ നൽകുന്ന എല്ലാ പൊതുമരാമത്ത് ചെക്ക് ബുക്കുകളുടെയും നമ്പറുകളും തീയതി കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ട്രഷറി ഓഫീസർ ഓരോ ഡിവിഷണൽ ഓഫീസർക്കും 3 മാസത്തിൽ ഒരിക്കൽ അയക്കണം. ത്രൈമാസികമായിട്ടാണ് അയക്കേണ്ടത്, ക്വാർട്ടർലി അയക്കണം. ഡിവിഷണൽ ഓഫീസർമാരിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളിൽ ട്രഷറിയിൽ നിന്ന് നൽകുന്ന എല്ലാ ചെക്ക് ബുക്കുകളുടെയും നമ്പറും തീയതിയും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ടും ട്രഷറി ഓഫീസർ എല്ലാ ഡിവിഷണൽ ഓഫീസർക്കും അയക്കണം. അത് ഏത് കാലത്തിന്? 3 മാസത്തിൽ ഒരിക്കലാണ് അയക്കേണ്ടത്, ക്വാർട്ടർലി ആണ് അയക്കേണ്ടത്. അടുത്തത്. സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാവുന്ന സർവീസ് പെൻഷൻ എപ്പോൾ അടയ്ക്കും? ഓക്കെ, അത് മലയാളം പറയുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആണ്. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലേക്ക് പോവാം. വെൻ വിൽ ദ സർവീസ് പെൻഷൻ ഡെബിറ്റബിൾ ടു കൺസോളിഡേറ്റഡ് ഫണ്ട് ടു ദ സ്റ്റേറ്റ് ബിക്കം ഡ്യൂ ഫോർ പേയ്മെന്റ്? അതായത് എന്നാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി, സർവീസ് പെൻഷൻ ആണ് കേട്ടോ, സർവീസ് പെൻഷൻ കൊടുക്കാൻ വേണ്ടി അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നത് എന്നാണ്? ക്ലിയർ അല്ലേ? അതായത് ഒരു സർവീസ് പെൻഷനർക്ക് പെൻഷൻ കൊടുക്കണം. അപ്പോൾ അത് ഏത് ഫണ്ടിൽ നിന്നാണ് എടുക്കേണ്ടത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എടുക്കേണ്ടത്. എന്നാ എടുക്കേണ്ടത്? മാസത്തിലെ ആദ്യ ദിവസം.
പെൻഷൻ കൊടുക്കുന്നത്, സർവീസ് പെൻഷൻ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നതിന് പല ദിവസമുണ്ട്. ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നവരുണ്ട്, രണ്ടാം തീയതി കൊടുക്കുന്നുണ്ട്. പല വകുപ്പുകൾക്കും പല ദിവസങ്ങളിലാണ് ശമ്പളം കൊടുക്കുന്നത്. എന്നാൽ പെൻഷൻ കൊടുക്കുന്നത് എല്ലാ മാസത്തെയും ആദ്യത്തെ ദിവസമാണ്. സോ ദ എമൗണ്ട് മസ്റ്റ് ബി ഡെമിറ്റഡ് ഫ്രം കൺസോൾഡേറ്റ് ഫണ്ട് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ദി മന്ത്. അടുത്ത ക്വസ്റ്റ്യൻ. പെൻഷനറുടെ ഹൂ ഷാൽ സാറ്റിസ്ഫൈ ഹിംസെൽഫ് വൺസ് ഇൻ എ ഇയർ അബൌട്ട് ദ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓഫ് ദ പെൻഷനർ എയ്തർ ബൈ പേഴ്സണൽ അപ്പിയറൻസ് ഓർ ബൈ ത്രൂ ലൈഫ് സർട്ടിഫിക്കറ്റ്. അതായത് പെൻഷനർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു കൊല്ലത്തിൽ ഒരു തവണ ബോധ്യപ്പെടണം. വേണ്ടേ? അതെങ്ങനെ? ഒന്നുകിൽ നേരിട്ട് അയാൾ ഹാജരാവണം, അതിന് നമ്മൾ മസ്റ്ററിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ അയാൾ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഒരു ഗസറ്റഡ് ഓഫീസർ അടുത്തുനിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്താലും മതി. ഈ രീതിയിൽ ഒരു പെൻഷനർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരെ ബോധ്യപ്പെടുത്തണം? ഡിസ്ബേഴ്സിംഗ് ഓഫീസറെ ബോധ്യപ്പെടുത്തണം. ആരാണ് ബോധ്യപ്പെടേണ്ടത്? ഡിസ്ബേഴ്സിംഗ് ഓഫീസറാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ആരാണ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്നത്? മിക്കവാറും കേസിൽ ട്രഷറി ഓഫീസർ ആയിരിക്കും. ട്രഷറി ഓഫീസറാണ് ഇത് ബോധ്യപ്പെടേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം ഫോമാണ്, വിട്ടു. അടുത്തത്, ഇന്ത്യയിലെ ഏതെങ്കിലും ട്രഷറിയിൽ നിന്ന് പെൻഷൻ പേയ്മെന്റ് മറ്റൊന്നിലേക്ക് മാറ്റാൻ ആർക്കാണ് അധികാരം? അതെ, പെൻഷൻ പേയ്മെന്റ് ഒരു ട്രഷറിയിൽ നിന്ന് വേറൊരു ട്രഷറിയിലേക്കൊക്കെ മാറ്റാനുള്ള അധികാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെയാണ് കേട്ടോ. ഇന്ത്യയിൽ മൊത്തത്തിലാവുമ്പോൾ അത് അക്കൗണ്ടന്റ് ജനറലിലാണ് അധികാരം. അടുത്ത ചോദ്യം, എത്ര വർഷത്തേക്ക് വാങ്ങാത്ത വിരമിക്കൽ ആനുകൂല്യങ്ങൾ, ഒരു പെൻഷനറുടെ ആനുകൂല്യങ്ങൾ 266 പെൻഷൻ എന്ന ഹെഡിൽ വാങ്ങാതെ കിടന്നാൽ പിന്നീട് അത് നിർത്തലാക്കും. അനുമതി കൊടുക്കണമെങ്കിൽ അത് അക്കൗണ്ടന്റ് ജനറലിന്റെ അനുമതി വേണം. അപ്പോൾ എത്ര കാലം? 3 വർഷം വാങ്ങാതെ കിടന്നാൽ, ഒരു പെൻഷനറി ബെനിഫിറ്റ്സുകൾ 3 വർഷം വാങ്ങിയില്ലെങ്കിൽ പിന്നെ അക്കൗണ്ടന്റ് ജനറലിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ആയത് കിട്ടുന്നതല്ല. അപ്പോൾ 3 വർഷമാണ് കാലാവധി. ട്രഷറി ഓഫീസർ ഒരു ഗ്രാറ്റുവിറ്റിയും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കണമെങ്കിൽ ആരിൽ നിന്ന് കിട്ടുന്ന അധികാരപത്രം വേണം. അത് അക്കൗണ്ടന്റ് ജനറലിൽ നിന്ന് ഓതറൈസേഷൻ കിട്ടിയാൽ മാത്രമേ ട്രഷറി ഓഫീസർ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ പാടുള്ളൂ. അടുത്തത് ഫോറമാണ്, ഞാൻ വിട്ടു. അടുത്ത ചോദ്യം, നോട്ടുകളുടെയും നാണയങ്ങളുടെയും പെട്ടികൾ തൂക്കുമ്പോൾ ആരൊക്കെ ഹാജരായിരിക്കണം? ഹൂ ഷാൽ ബി പ്രസന്റ് വെൻ ദ ബോക്സസ് ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് ആർ വെയ്ഡ്. നോട്ടുകളും നാണയങ്ങളും തൂക്കുമ്പോൾ, തൂക്കുക എന്ന് പറഞ്ഞാൽ തൂക്കി പിടിക്കാന്നല്ല, വെയിറ്റ് കണക്കാക്കുമ്പോൾ ആരാണ് ഹാജരായിരിക്കണം? ആരൊക്കെ ഹാജരുണ്ടാവണം? പ്രധാനമായിട്ട് ഹാജരുണ്ടാവേണ്ടത് അതിന് വന്ന എസ്കോർട്ട് ഓഫീസറാണ് ഹാജരുണ്ടാവേണ്ടത്. എസ്കോർട്ട് ഓഫീസർ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിൽ ശമ്പളം, അവധി ശമ്പളം, അലവൻസുകൾ എന്നിവയായി എടുക്കുന്ന എല്ലാ പണത്തിനും ആരാണ് ഉത്തരവാദി? അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബില്ല്, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ മണീസ് ഡ്രോൺ ആസ് പേ, ലീവ് സാലറി ആൻഡ് അലവൻസസ് ഓൺ ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല്. ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലെന്ന് പറയുന്നത് കുറേ പേരുണ്ടാവും. ഒരു ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ് പേ ബിൽ എന്ന് പറയുന്ന ആ ശമ്പള ബില്ലിൽ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ടാവും, എക്സെപ്റ്റ് പാർട്ട് ടൈം കണ്ടിജന്റ് മീനിയൽസ് ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവരുടെ ശമ്പളവും പിന്നെ ലീവ് സാലറിയും അലവൻസും ഒക്കെ, എല്ലാ പണവും വിഡ്രോ ചെയ്താൽ ആ പണത്തിനൊക്കെ ഉത്തരവാദി ആരാണ്? അങ്ങനെ ഒരു ബില്ലിൽ എടുക്കുന്ന പണത്തിന് ഉത്തരവാദി ആരാണ്? ഓഫീസ് മേധാവിയാണ്. ആ സ്ഥാപനത്തിന്റെ DDO അയാൾ തന്നെയായിരിക്കും ഓഫീസ് മേധാവി. DDO അല്ലെങ്കിൽ ഓഫീസ് മേധാവിയാണ് ആ പണത്തിന് ഉത്തരവാദി. ആ പണം ഓഫീസിൽ കൊണ്ടുവച്ച് നഷ്ടപ്പെട്ടാലും ആര് ഉത്തരവാദിത്വം വഹിക്കണം? ആ ഓഫീസ് മേധാവി അഥവാ DDO ഉത്തരവാദിത്വം വഹിക്കണം. ഇപ്പം അങ്ങനെയൊന്നും വരുന്നില്ല, എല്ലാം ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. എങ്കിലും നമ്മൾ ഇതെല്ലാം അറിയേണ്ടതാണ്. നമ്മളൊക്കെ ഓരോ ഡ്രോയിങ് ഓഫീസർമാർ, DDOമാരൊക്കെ ആയി പോകേണ്ടവരാണ്. അപ്പോൾ കാര്യങ്ങളെപ്പറ്റി നല്ല ധാരണ എല്ലാവർക്കും ഉണ്ടാവണം. നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ? നിങ്ങൾ കേട്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കിപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ തന്നെ അങ്ങ് തോന്നുക. നമ്മൾ ഇതിൽ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ആൻസർ ഇങ്ങനെ വരുമ്പോൾ ചിലയിടത്ത് മാത്രമേ ഒരു സംശയം വരുന്നുള്ളൂ. നമുക്ക് തന്നെ ഒന്ന് എഴുതാൻ തോന്നുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ. ഞാൻ 100 ചോദ്യം കഴിഞ്ഞു, രണ്ടാമത്തെ ഹാഫും കഴിഞ്ഞു. അതിൽ കേട്ട എല്ലാവർക്കും, ചോദ്യങ്ങൾ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. മാത്രമല്ല, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ എൻ്റെത് നല്ല ക്ലാസ്സാണ്. അതിപ്പോൾ അഹങ്കാരം കൊണ്ട് പറയുകയാണെന്നും അറിയില്ല, ക്ലാസ്സുകളാണ്. ഞാൻ പരമാവധി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. എസ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടന്റ് പറയുമ്പോൾ ഓടിച്ചു പറഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ, പിന്നെ അതേപോലെ ഈ ഒരു ചോദ്യം കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് എത്തുന്ന രീതിയിൽ ഉള്ള ക്ലാസ്സുകളാണ് ഞാൻ തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.